എന്തിനാ മുത്ത ഇത്രയും കള്ളത്തരം കാണിക്കുന്നത് നീ? അമ്മ കണ്ടോ ഞാൻ കള്ളത്തരം കാണിക്കുന്നത്? ഇനി നീ കിടന്ന് വേഷം കെട്ടരുത്. എന്റെ കയ്യിൽ കിടന്ന് നീ മേടിക്കും നീ. അമ്മ വന്നപ്പോ മോളൊരു ബുക്ക് എടുത്ത് ഒളിപ്പിച്ചല്ലോ, അത് അവിടുന്ന് മാറ്റുകയും ചെയ്ത്. അത് എന്തുവാന്നങ്ങ് പറഞ്ഞാ പോരെ? എന്തിനാ അവരിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യം പിന്നെ നീ കല്യാണം കഴിച്ചിട്ട് നീ വീട്ടിൽ നിന്ന് പോ. എടി മുത്ത, നീയല്ലേ ഏറ്റവും മൂത്ത കൊച്ചി ഈ കുടുംബത്തിലെ. അപ്പൊ നിന്നെ കണ്ടല്ലേ ബാക്കിയുള്ള പിള്ളേരെ എല്ലാരും വളരേണ്ടത്. നീ ഇങ്ങനെ കള്ളത്തരം കാണിച്ചാലോ? ഡാഡി മാമനും വന്ന ഇതായിരിക്കില്ല അവസ്ഥ. സത്യം പറഞ്ഞോ? ചെല്ല്, നിനക്കെല്ലാരും അത്യാവശ്യം എന്താ കുടത്തിന്റെ താഴെ വെച്ചിട്ടുണ്ട്. അതിനല്ലേ എല്ലാം കണ്ടുപിടിക്കാൻ നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സമാധാനം വരുമല്ലോ. എന്ത് സമാധാനം? ഇപ്പൊ ബുക്ക് ഉണ്ട്, അവള് വായിച്ചിട്ടും ഉണ്ട്, എടുത്ത് മാറ്റി വെച്ചിട്ടും ഉണ്ട്. ഇത് കഴിയുമ്പോ എനിക്ക് സുലിച്ചേച്ചിയുടെ അടുത്തൊന്ന് പോണം. അതെന്താ ഇപ്പൊ ഇവിടെ പറയണ? അതാണ് ഞാൻ പറഞ്ഞോ. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ചോറിനിട്ടാ ജീവിക്കുന്നത്. എന്റെ പ്രൈവസി അല്ല. എന്തിനാണ് പിന്നെ നിനക്ക് എന്ത് പ്രൈവസി? ഈ പ്രായത്തിൽ അച്ഛനൊന്നും അറിയാതെ എന്ത് പ്രൈവസിയാണ്? എല്ലാവരും ഇങ്ങനെ ആയി പോയല്ലോ. വിഷമിക്കാതെ അത് അമ്മ ചോദിച്ച സങ്കടം കൊണ്ടല്ലേ. വായിച്ചോ? ഉണ്ട് എന്റെ അകത്തല്ല. വായിക്ക്, നീ വായിക്ക്. എനിക്ക് വായിക്കണ്ട. ഇത് പിന്നെ എടുപ്പിച്ച് വഴക്കൊണ്ട് വായിക്കത്. അഡ്മിഷൻ ഫീസ് മൊത്തം ചെലവ് 1,95,000 രൂപ. അതിൽ മാമൻ 75,000, പേഴ്സണൽ ലോൺ 75,000, അമ്മ കുടുംബശ്രീയിൽ നിന്ന് എടുത്തത് 25,000, രജിസ്ട്രേഷന് മാമിയുടെ വള പണയം വെച്ച് 45,000. ഇതല്ല ഇല്ല, അതിൻ്റെ അത് വേറെ ഇരിപ്പുണ്ട്. എന്തൊരു കളർ. എനിക്ക് ഇഷ്ടമല്ല ആരെയും കാണിക്കണത്. നിങ്ങളൊക്കെ ചോദിച്ചോളൂ ഇപ്പൊ എനിക്ക് കാണിക്കേണ്ടി വന്നത്. ഈ കൊച്ചി ഈ പ്രായത്തിൽ വിളിത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? നിനക്ക് ഇതിന് മാത്രം പ്രായമായ മുത്തേ? ആയില്ലേ, 20 വയസ്സായില്ലേ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇതൊക്കെ ഇനിയിപ്പോ എപ്പ തരും? വേണ്ട, പോ അമ്മ പോ. ഞാൻ എന്നെ വിശ്വാസം നമുക്ക് വിശ്വാസമാണ്. ഇല്ലെന്ന് എനിക്കിന്ന് മനസ്സിലായി. എനിക്ക് ആർക്കും എൻ്റെ അടുത്ത് വിശ്വാസമില്ല. അയ്യോ, അങ്ങനെയല്ല. എന്റെ കുഞ്ഞിനെ നമുക്ക് വിശ്വാസമാണ്. പക്ഷെ ഉണ്ടല്ലോ, എന്റെ സുന്ദരിനെ ആരെങ്കിലും കൊട്ടോണ്ട് പോകുന്ന പേടിയല്ലേ?